സൂപ്പർ മാർക്കറ്റിലെ ഷെൽഫുകളിലൊക്കെ പച്ചക്കറികൾ കണ്ടിട്ടില്ലേ? അതും പുതിയ പുതിയ ഇലകൾ നമ്മുടെ കുട്ടികളാണ് ഉണ്ടാക്കുന്നത്. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. തിരുവനന്തപുരത്ത് കരമനയിൽ അപ്ടൗൺ അർബൻ ഫാംസ് ഉണ്ട്. ഹൈ ലീഫ് എന്നും പറഞ്ഞ് ഇലകൾ മാർക്കറ്റിലെത്തുകയാണ്. നമ്മുടെ രോഹിത്തുണ്ട്, രോഹിത്തിന്റെ കൂട്ടുകാരൻ തൻവീർ. നിങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ? അതെ. എന്താണ് ഇതിന്റെ മാർക്കറ്റ്? അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള ഓർഗാനിക് പ്രോഡക്ട്സ് തന്നെ ഈ പറഞ്ഞ പോലെ ശരിക്കും ഓർഗാനിക് അല്ല എന്ന് തോന്നി. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അത് നോക്കിയപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഓർഗാനിക് പ്രോഡക്ട്സിന് ഇവിടെ ഇച്ചിരി അഭാവമുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഓർഗാനിക് പ്രോഡക്ട്സ് കിട്ടാനില്ല. ഉള്ള സാധനം തന്നെ ഒരു 70% ഇച്ചിരി പ്രശ്നമുള്ള സാധനങ്ങളാണുള്ളത്. ഓർഗാനിക് പേരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങൾ എന്തുകൊണ്ടാണെന്ന് നോക്കിയപ്പോൾ ഈ ലോജിസ്റ്റിക്സും സ്റ്റോറേജും ആണ് മെയിൻ വിഷയം. അത് കാരണം ഇവർക്ക് എന്തെങ്കിലും പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ കെമിക്കൽസൊക്കെ ആഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ലോജിസ്റ്റിക്സ് കട്ട് ചെയ്തേ പ്രശ്നം നമുക്ക് അവോയ്ഡ് ചെയ്യാം. ലോജിസ്റ്റിക്സ് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഗ്രോ ചെയ്യാൻ പറ്റണം. ഇവിടെ തന്നെ ഗ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും സ്ഥലം വേണം. അപ്പോൾ കുറച്ച് സ്ഥലത്ത് നമുക്ക് കൂടുതൽ എങ്ങനെ ഈൽഡ് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ നമുക്കൊരു നോർമൽ കൃഷി രീതിയിൽ വേണ്ട സ്ഥലത്തിൻ്റെ ആ സ്ഥലത്തിൻ്റെ ഒരു 1/4 4/1 സ്ഥലം മതി ആ സെയിം സ്ഥലത്ത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡ്യൂസ് ഈ ഹൈഡ്രോപോണിക്സിൽ നിന്ന് കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഹൈഡ്രോപോണിക്സ് എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ വന്ന് എത്തുന്നത്. നിങ്ങൾ രണ്ടാളും എഞ്ചിനീയർമാരാണ്? അതെ. തൻവീർ മറൈൻ എഞ്ചിനീയർ, ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ. നാടകമാണ് നിങ്ങളെ കണക്ട് ചെയ്തല്ലേ? അഭിനയൊക്കെ ആയിട്ട് നടപ്പായിരുന്നു? അതും സൈഡിൽ കൂടെ ഉണ്ടായിരുന്നു. അതെ. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ നാട്ടുകാരെ അറിയാൻ പറ്റി, ഡിമാൻഡ് അറിയാൻ പറ്റി അല്ലേ? അങ്ങനെയാണ് ഹൈഡ്രോപോണിക്സിൽ വന്നത്. എന്തൊക്കെയാ ഇപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് കറന്റ്ലി മെയിൻ പ്രോഡക്റ്റ് ഇത് എന്ന് പറയുന്നത് ചൈനീസ് കാബേജ് എന്ന് പറയുന്ന ബോക് ചോയ് അല്ലേ? അതെ. ഇത് കുറച്ചും കൂടി വളരും. ഇനിയിപ്പോ കാബേജിന്റെ മോഡലിൽ തന്നെ അങ്ങനെ ഏതാണ്ട് അതുപോലെ ആയി വരും. കാബേജിന്റെ തന്നെ ഒരു വേരിയന്റ് ആണ്. നമുക്ക് ഇതിനിപ്പോ ഒരു 1 വീക്കും കൂടെ ആകുമ്പോൾ കറക്റ്റ് അത് ഹാർവെസ്റ്റ് ചെയ്യാവുന്ന ക്രിസ്പി പരുവാണ്. ഏറ്റവും ഫ്രഷ് രൂപത്തിൽ. ചൈന ആക്രമിക്കുകയാണ്. അപ്പൊ ഇത് ഒരാഴ്ചക്ക് കൊണ്ടുള്ളിൽ വരും അല്ലേ? അതെ, ഒരാഴ്ചക്കകത്ത് നമുക്ക് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ടേബിളാണിത്. ബോക് ചോയ് കൂടാതെ വേറെ മെയിനായിട്ട് നമുക്ക് പാലക്കുണ്ട്, പിന്നെ അല്ലാതെ പല വെറൈറ്റി ലെറ്റീസ് ഉണ്ട്, പിന്നെ കേളി കെയിലുണ്ട്, അമേരിക്കൻ കെയിലുണ്ട്. അതുകൂടാതെ നമുക്ക് പല വെറൈറ്റി മൈക്രോ ഗ്രീൻസ് ഉണ്ട്. എങ്ങനെയാണ് ഈ ബോക് ചോയിലേക്ക് എത്തിയത്? ഇത് എങ്ങനെയാണ്? ഇപ്പൊ ഞാനത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എവിടുന്ന് ബോക് ചോയ് നടാൻ പറ്റും? എവിടുന്ന് വിത്ത് കിട്ടും? എത്ര നാളെടുക്കും ഇത്? നമ്മളിപ്പോൾ ഹൈഡ്രോപോണിക്സ് എന്ന മെത്തേഡിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗ്രോ ചെയ്യുന്ന സീഡ്സ് മണ്ണില്ലാണ്ട് കൃഷി നടത്താമെന്നുള്ളതാണ് ഹൈഡ്രോപോണിക്സ് എളുപ്പത്തിൽ പറഞ്ഞ അല്ലേ? ഇതിന്റെ ഉള്ളിൽ എന്താ കൊക്കോപീത്താണോ? ഇത് കൊക്കോപീറ്റിലാണ് ഈ നമ്മുടെ പ്ലാന്റ് റെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ പ്ലാന്റ് യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് വാട്ടറാണ്. അപ്പോൾ വെള്ളത്തിലൂടെ നമ്മൾ പ്ലാന്റ്സിന് വേണ്ട ന്യൂട്രിയൻസും കാര്യങ്ങളും നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ വെള്ളമാണ് ഈ പൈപ്പിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യുന്നത്. പ്ലാന്റ്സിന് വേണ്ട കറക്റ്റ് ന്യൂട്രിയൻസ് ആ വെള്ളത്തിൽ നിന്ന് ഈ പൈപ്പുകളിലൂടെ ഈ ഒറ്റ ട്രേയിലേക്കുള്ള മുഴുവൻ ന്യൂട്രിയൻസും വാട്ടറും ഇതിൽ നിന്ന് എത്തും. അതെ. 8 മണിക്കൂർ സമയത്തേക്ക് ഓരോ മണിക്കൂർ വീതം 10 മിനിറ്റ് വെച്ച് പമ്പ് ഓണാവും. അപ്പോൾ ടാങ്കിൽ നിന്ന് ന്യൂട്രിയൻ്റ് കലക്കി വെച്ച വാട്ടർ ടാങ്കിൽ നിന്ന് സർക്കുലേറ്റ് ചെയ്ത് ഇതിലേക്ക് വരും. എത്ര ദിവസം എടുക്കും ബോക് ചോയ് വരെ? ബോക് ചോയ് നമ്മളിപ്പോൾ വിത്ത് മുളയ്ക്കാനിട്ട ദിവസം തൊട്ട് നമുക്കൊരു 35 to 40 ദിവസത്തിൽ നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിക്കാവുന്ന രീതിയിലാണ്. ഇതിപ്പോ ഏതാണ്ട് ഒരു 20 ദിവസമായിട്ടേ ഉള്ളൂ. അതെ. ഒരു ക്യാബേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും വെയിറ്റും സൈസും ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് ഒരു സിമിലർ അതിന്റെ തന്നെ ഫാമിലിയിൽ വരുന്ന ഒരു വേരിയന്റ് ആണ് ഈ ബോക് ചോയ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇലകൾ തന്നെയാണ് ബേസിക്കലി ഇലക്കറി തന്നെയാണ്. അതിന്റെ റൂട്ട്സ് മൊത്തത്തിൽ കഴിക്കുന്നതാണ്. ഇപ്പൊ ക്യാബേജും ഇത് കഴിക്കുന്ന പോലെ തന്നെ അത് മൊത്തം എല്ലാം അരിഞ്ഞ് നമ്മൾ തോരൻ പോലെ വെച്ചാണ് ജനറലി ആളുകൾ കഴിക്കുന്നവരുണ്ട്, അല്ലാതെ വേവിച്ച് കഴിക്കുന്നവരുണ്ട്, പല റെസിപ്പീസ് ഉണ്ട്. അപ്പൊ അതിപ്പോ സലാഡ്സിലിടാം. എത്ര സ്ക്വയർ ഫീറ്റ് ഇപ്പൊ നമ്മുടെ ഈ കറന്റ് ഫാം ഒരു 15,000 സ്ക്വയർ ഫീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ 15,000 സ്ക്വയർ ഫീറ്റിൽ ഓൾമോസ്റ്റ് ക്ലോസ് ടു ഒരു 16,000 പ്ലാന്റ്സോളം ഉണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ഫർദർ ഇതിപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ട് 2019 കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഈ ഫാം സ്റ്റാർട്ട് ചെയ്തത് 2023 ആണ്.
ഇനി ഫാംസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സെയിം 15,000 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് കൂടുതൽ ചെയ്യാം, ക്ലോസ് ടു ഒരു 22,000-24,000. കാരണം നമ്മളും പഠിക്കുകയാണല്ലോ, നമ്മളിപ്പോൾ പഠിച്ചു. എന്താ പഠിച്ചത്? പോക്ഷോയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കുറേ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്തിൻ്റെ ചില രീതികളുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ മുളപ്പിക്കാൻ വെച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി നമ്മൾ ടേബിളിലോട്ട് മാറ്റരുതെന്നുള്ള ചില അങ്ങനെ കുറേ പൊടിക്കൈകളുണ്ട്. അങ്ങനെ വിത്ത് വാങ്ങി നമ്മൾ ഹൈബ്രിഡ് ആണോ? അല്ലല്ല, നോർമൽ ഒരു മറ്റേ GMO ഒന്നും അല്ലാത്ത നോർമൽ സീഡാണ് നമ്മൾ വരുത്തുന്നത്. നമ്മൾ നോർത്തിൽ നിന്ന് ആണ് വരുത്തുന്ന സീഡ് വരുത്തിയിട്ട് നമ്മൾ പരിചയത്തിലൂടെ ഏതാണെന്ന് ഓരോന്നായിട്ട് നമ്മൾ ട്രയൽ ആൻഡ് എറർ ബേസിസിൽ പല കമ്പനീസ് ഉണ്ട് നോർത്തിൽ സീഡ് തരുന്നത്. അപ്പോൾ അതൊരു ട്രയൽ ആൻഡ് എറർ ബേസിസിൽ നമ്മൾ കറക്റ്റ് അതിൻ്റെ ഡേറ്റ സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ ട്രയൽ ആൻഡ് എറർ ബേസിസ് ചെയ്താണ് ഓരോ പർട്ടിക്കുലർ കമ്പനിയുടെ ഓരോ സീഡ് കൊള്ളാം. അപ്പോൾ ആ കമ്പനിയിൽ നിന്ന് ആ സീഡ് മാത്രം നമ്മൾ വരുത്തുന്നു, വളർത്തുന്നു. ഈ ഓട്ടോമേഷൻ നടത്തിയപ്പോൾ ഇനീഷ്യൽ കോസ്റ്റ് എത്ര വന്നു? ഓട്ടോമേഷൻ ഇപ്പോൾ മൊത്തം ഫാം സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് ഓൾമോസ്റ്റ് ക്ലോസ് ടു ഒരു 60 lakhs അടുപ്പിച്ചായി, 60-65 lakhs അടുപ്പിച്ചായി നമുക്ക് മൊത്തം ഫാം സെറ്റപ്പ് ചെയ്ത് വന്നപ്പോൾ. അപ്പോൾ ആ 65 lakhsനകത്ത് നമുക്കിപ്പോൾ ഇതിനകത്ത് കറൻറ്റ്ലി ചെയ്യുന്ന ഓട്ടോമേഷനും ഇൻക്ലൂഡഡ് ആണ്. ഇനിയിപ്പോൾ അല്ലാതെ ഞങ്ങളുടെ തന്നെ രീതിയിലുള്ള ഡോസിങ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതായത് ഈ ന്യൂട്രിയൻ വാട്ടറിനകത്ത് ആ ന്യൂട്രിയൻസ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ കണ്ടക്ടിവിറ്റിയും അല്ലാതെ pH എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ മെഷർ ചെയ്ത് അതിനനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. ഇതിപ്പോൾ മാനുവലായിട്ട് ചെയ്യാം, അല്ലാതെ അത് ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഡിവൈസ് ഉണ്ട്, ഡോസിമീറ്റർ എന്ന് പറഞ്ഞ്. അതിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് വേറെ പല വലിയ കമ്പനീസിൻ്റെ. അല്ലാതെ ഞങ്ങളുടെ തന്നെ രീതിയിലൊരു സംഗതി വേറൊരു ടെക് ടീമുമായിട്ട് ടൈപ്പ് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്യാനും നോക്കുന്നുണ്ട്. 60 lakhs എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതെ, റെക്കറിംഗ് അല്ല. റെക്കറിംഗ് കോസ്റ്റ് അത്ര വലുതായിട്ട് വരില്ല. ആക്ച്വലി നമുക്ക് മെയിനായിട്ട് ഇതിൽ വരുന്നത് കറണ്ടും, അത് തന്നെ അഗ്രികൾച്ചർ കണക്ഷൻ ആണെങ്കിൽ നമുക്ക് നോർമൽ ഇതിനെക്കാട്ടി 4-1 കോസ്റ്റേ വരും ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്. അതുകൂടാതെ പിന്നെ ന്യൂട്രിയൻസ് വരും, പിന്നെ വരുന്ന സ്റ്റാഫിന് കൊടുക്കുന്ന ശമ്പളമാണ് മെയിനായിട്ട്. എത്ര സ്റ്റാഫുണ്ട്? ഞങ്ങൾക്കിപ്പോൾ കറൻ്റ്ലി ഇവിടെ ഇപ്പോൾ ഒരു ഫാം മാനേജ് ചെയ്യാനായിട്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു 3 സ്റ്റാഫുണ്ട്. അല്ലാതെ ഇത് ജസ്റ്റ് ഒരു സിംഗിൾ ഫാം ആയിട്ടല്ല, ഇത് ഞങ്ങളുടെ ബാക്കിയുള്ള ഇതിൻ്റെ എല്ലാ ഹബ്ബായിട്ടാണ്. അപ്പോൾ കൂടുതൽ വേറെ ഫാംസിൽ നിന്നുള്ള പ്രോഡക്ട്സ് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഈ എൻറ്റിറ്റിയിലുള്ള സ്റ്റാഫ് ഇപ്പോൾ ഒരു 10 പേരുണ്ട്. പക്ഷേ ഈ ഫാം ആസച്ച് നമുക്കൊരു 3 പേര് മതി ആക്ച്വലി മാനേജ് നടത്താൻ. 3 ആൾ മതി. ഈ 15,000 സ്ക്വയർ ഫീറ്റ് നടത്താൻ 3 ആൾ മതി. 3 ആൾ പണി അറിയാവുന്ന 3 ആൾ മതി. കമ്മിറ്റഡ് ആയിരിക്കണം. അതെ, അതാണ് അതിന്റെ വാക്ക്. കൃഷി മുമ്പ് ഇഷ്ടമായിരുന്നു പഠിക്കുന്ന കാലത്ത്? അങ്ങനെയില്ല. ഫാദർ ഭയങ്കരമായിട്ട് കൃഷി ചെയ്യുന്ന ആളാണ്. ഫാദർ പോലീസിലാണ്, പെൻഷനായി. പുള്ളി കിട്ടുന്ന സ്ഥലത്ത് വെച്ച് പുള്ളി മാക്സിമം എല്ലാം കൃഷി ചെയ്യാൻ നോക്കും. അപ്പോൾ അത് ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. കാരണം പുള്ളി എന്ത് കിട്ടിയാലും എങ്ങനെയെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് എടുക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതുകൊണ്ട് ഒരു വലിയ കർഷകനാകാതെ പോയ മനുഷ്യൻ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരു ബന്ധമേ എനിക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. ബാക്കി അല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പിന്നെ എന്തൊരു സംഗതി വന്നാലും, പിന്നെ ഇപ്പോൾ ഫുഡ് വളർത്തിയെടുക്കുന്നു, ഒരു ലൈഫ് ബേസ്ഡ് സാധനമാണല്ലോ ഒരു സംഗതി വളർത്തിയെടുക്കുന്ന. അങ്ങനെ അപ്പോൾ അതിൽ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് മാറി. യെസ്. എഞ്ചിനീയറിംഗ് വിട്ടു ഇപ്പോൾ ബലത്തിൽ പണ്ടത്തെ കൺസെപ്റ്റ് വിട്ടു, വേറെ തരത്തിലേക്ക് മാറി. പിന്നെ ബിക്കമിങ് ആൻ അഗ്രി എഞ്ചിനീയർ. അങ്ങനെയൊക്കെ പറയാം. ഇത് കൊണ്ട് മാർക്കറ്റിൽ കൊടുത്തപ്പോൾ ആദ്യം ഇത് വിൽക്കാൻ ഞങ്ങൾക്കും കൺസേൺസ് ഉണ്ടായിരുന്നു. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇപ്പൊ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 6 years ആവാറായി. ആദ്യമായിട്ട് ഞങ്ങൾക്കൊരു ചെറിയ ഫാം ഉണ്ടായിരുന്നു ശ്രീകാര്യം ചേങ്കോട്ട് പോകുന്ന സൈഡിലായിട്ട്. അതൊരു 1400 സ്ക്വയർ ഫീറ്റിനകത്ത്. അന്ന് ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്കും ശരിക്കും ഹൈഡ്രോപോണിക്സ് അറിഞ്ഞുകൂടാ. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി പഠിക്കാൻ നോക്കുമ്പോൾ ഓരോരുത്തർ ഓരോ കാര്യങ്ങളാണ്, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. ഒരാൾ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് വേറൊരാൾ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷനായി. അവസാനം ഞങ്ങൾ തന്നെ ഈ ഗ്രോ ചെയ്യുന്ന മെത്തേഡ് തന്നെ ഞങ്ങൾ പല രീതിയിൽ ട്രയൽ ആൻഡ് എറർ അവസ്ഥയിൽ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ അവസാനം ഞങ്ങളുടെ തന്നെ രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു മെത്തേഡ് നമുക്ക് കിട്ടി. അത് വെച്ചാണ് ചോദിച്ചു വന്നത്. അതെ. അപ്പോൾ ആ മെത്തേഡിൽ നിന്ന് ചെയ്താണ് നമ്മൾ പിന്നെ ഗ്രോ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ഗ്രോ ചെയ്ത് വന്നപ്പോൾ ഓക്കെ ഞങ്ങൾക്ക് വളർത്താൻ അറിയാം, വളർന്നു വരും, ഇത് കച്ചവടം ആവുമോ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അതിൻ്റെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിത് പാക്ക് ചെയ്ത് ചില 1-2 ചെറിയ സൂപ്പർ മാർക്കറ്റ്സിൽ കൊണ്ടുവച്ചപ്പോൾ ആക്ച്വലി പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കണ്ടപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ്ലി മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ടേണിംഗ് പോയിന്റ്. ആക്ച്വലി ഇത് വളർത്തിയെടുക്കുക എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആക്ച്വലി ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ ഫസ്റ്റ് സംഗതി എന്ന് പറഞ്ഞാൽ കൊണ്ട് മാർക്കറ്റിൽ വെച്ച ഉടനെ തന്നെ മൂവ്മെൻറ്റ് കിട്ടി. അപ്പോൾ മനസ്സിലായി ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ആളുകൾ വന്ന് എടുക്കും, ഐഡൻറ്റിഫൈ ചെയ്ത് അവരെടുക്കും.
എന്ന് മനസ്സിലായി. പിന്നെ അവിടുന്ന് അത് മാക്സിമം എത്തിച്ചു കൊടുക്കുക എന്നുള്ള വെച്ചാണ് ചെയ്തിട്ട് പിന്നെ ആ ഒരു പൈലറ്റ് വേർഷൻ വെച്ച് ഞങ്ങളുടെ ഇൻവെസ്റ്ററിനെ ചെന്ന് കണ്ട് പുള്ളി ഈ പൈലറ്റ് വേർഷൻ കാണിച്ച് അതിൻ്റെ പോസിബിലിറ്റീസിനെ പറ്റി പറഞ്ഞ് പുള്ളി ഓക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടി ഇത്രയും വലിയ ഫാം സെറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഒരു വലിയ സ്കെയിലിൽ എത്താൻ പറ്റിയത്. അപ്പോൾ കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞു. ഇത് ഒന്നും ആയിട്ടില്ല, ഇനിയുണ്ട് കുറച്ച് വെറൈറ്റികൾ. കേളിക്കേൽ അല്ലേ? അതെ, ഇത് എല്ലാം തന്നെ ക്യാബേജ് എന്നാണ് പറയാ. ഈ ഇതിലൊക്കെ ഒരുപാട് എന്നെ ഞെട്ടിച്ചിട്ടുള്ളത് ഇതിന്റെ വൈറ്റമിൻ കണ്ടൻസ്, ഇതിന്റെ പോഷക ഘടകങ്ങളൊക്കെയാണ്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യം നമ്മൾ പാലക്കും ലെറ്റ്യൂസും മാത്രം വെച്ച സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞ ആളുകൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ചും കൂടെ ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ആ രീതിയിലൊരു ചെറിയ റിസർച്ചും കൂടെ ചെയ്തിട്ടാണ് ഈ കെയിൽ എന്ന് പറഞ്ഞ വെറൈറ്റിയും. ഇപ്പൊ ഇത് കേളിക്കയിലാണ്, അല്ലാതെ അമേരിക്കൻ കെയിൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. അതുകൊണ്ട് കെയിൽ തന്നെ പലതുണ്ട്. ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ കെയിലും ഈ കേളിക്കയിലും. അതെ, പിന്നെ ഡിമാൻഡ് കൂടുതൽ ഇപ്പൊ കറന്റ്ലി കേളിക്കയിലാണ് ഡിമാൻഡ് കൂടുതൽ. ഇതും വെറുതെ ഇതിലൊക്കെ സാലഡ്സിലൊക്കെ ഇട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്ന പ്രോഡക്റ്റ് ആണ്. പച്ചക്ക് കഴിക്കാവുന്നതാണ്. ഇത് വാടുന്നൊന്നുമല്ല, ഇത് തന്നെ ഇതിന്റെ ഒരു സ്വഭാവത്തിൽ നിൽക്കുന്നതാണ്. പിന്നെ ഒബ്വിയസ്ലി ടൈം രാവിലെ ഏർലി മോർണിംഗ് ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. പിന്നെ ആസ് ദ ഡേ പ്രോഗ്രസസ് അതിനനുസരിച്ച് ഹീറ്റിന്റെ ഇതൊക്കെ വരുമ്പോൾ ചെറുതായിട്ടൊരു വെള്ളമൊക്കെ വരും. നമ്മളപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യുന്നതും ഏർലി മോർണിംഗ് ആണ്. ഇപ്പൊ ഏറ്റവും ആരോഗ്യമായിട്ട് നിൽക്കുന്ന ടൈമിൽ തന്നെയാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ലെറ്റ്യൂസ് ഇപ്പൊ നമ്മൾ കറന്റ്ലി ചെയ്യുന്നത് കേളി ലെറ്റ്യൂസ് ഉണ്ട്, ഓക്ക് ലീഫ് റെഡ് ലെറ്റ്യൂസ് ഉണ്ട്, അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓക്ക് ലീഫ് ഗ്രീൻ ലെറ്റ്യൂസ് ഉണ്ട്, റൊമൈൻ ലെറ്റ്യൂസ് ഉണ്ട്. ഓക്ക് ലീഫ് റെഡ് ആണ് റെഡിഷ് വെറൈറ്റി ലെറ്റ്യൂസ് വരുന്നത്. അത് ഒരു ആളുകൾ ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ വാങ്ങുന്നതാവാം, പക്ഷെ കുറച്ച് പേര് വാങ്ങുന്നുണ്ട്. പക്ഷെ എക്സ്ട്രീംലി ടേസ്റ്റിയാണ്. പേഴ്സണലി യൂസ് ചെയ്ത അവസ്ഥയിൽ പറയണം, നല്ല ടേസ്റ്റിയാണ്. ഒരു ട്രൈ ചെയ്ത് നോക്കേണ്ട സാധനം. അതെ 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 അതെ, മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിലും അങ്ങനത്തെ വെറൈറ്റി വരുമ്പോൾ അതിന്റെ ഒരു കൗതുകം കൊണ്ട് കൂടി ആളുകൾ വാങ്ങും. പിന്നെ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ. ആളുകൾ എനിക്കിപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലോ ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു 4-5 ഇയേഴ്സ് ഈ ഒരു ഇപ്പോൾ ഈ പ്രോഡക്ട്സിൻ്റെ സെയിൽസിൻ്റെ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്താൽ ആളുകൾ ആദ്യം ക്യൂരിയോസിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ പോലും ആ ക്വാളിറ്റി കണ്ട് ആളുകൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് തിരിച്ചു വരും അത് വാങ്ങാനായിട്ട്. അതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ അതെ, അപ്പോൾ അത് നമ്മൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ഞങ്ങൾക്ക് തന്നെ ചില സമയത്ത് ഈ ക്ലൈമറ്റിൻ്റെ ഇഷ്യൂസ് കാരണം ക്വാളിറ്റി ചെറുതായിട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതുപോലെ അത് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് സംഭവിച്ചാലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ മാക്സിമം സസ്റ്റെയിൻ ചെയ്യാനാണ് നോക്കുന്നത്. സ്ഥിരം സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ട്. അതെ അതെ അതെ. തിരുവനന്തപുരം നഗരം ഇപ്പോൾ കറന്റ് ട്രിവാൻഡ്രത്ത് ഓൾമോസ്റ്റ് ഒരു 23-24 സൂപ്പർ മാർക്കറ്റ്സിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ആക്ച്വലി കൊടുക്കാൻ തികയുന്നില്ല. ഇനിയും ഞങ്ങൾക്ക് കുറഞ്ഞതൊരു 1 ഏക്കർ ഫാംസ് 1-2 എണ്ണം നമുക്ക് ട്രിവാൻഡ്രത്ത് വേണം ഇനിയും ഞങ്ങളുടെ ബ്രാൻഡിങ്ങിൽ ഇതുള്ളതായിട്ട്. ഇപ്പോൾ കറന്റ്ലി നമ്മൾ എല്ലായിടത്തും സപ്ലൈ എത്തിക്കും. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പ്രോഡക്റ്റ് വില്ലിംഗ് ടു ടേക്ക് എന്ന് പറഞ്ഞ് ഇനിയും നമ്മൾ കൊടുക്കാത്ത ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. അവിടേക്ക് ഇനി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രോഡക്ട്സ് എത്തിക്കാനായിട്ട്, കൂടുതൽ വേറെ ഫാംസും സെറ്റപ്പ് ചെയ്യാനായിട്ട്. 6 കൊല്ലം കൊണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്ത ക്രെഡിബിലിറ്റിയാണ് ഇതിന്റെ കീ. യെസ്, ക്രെഡിബിലിറ്റി. ആ ബ്രാൻഡിങ്ങിലൂടെ നമ്മൾ ആ ക്രെഡിബിലിറ്റി കാണിക്കുകയാണ്. ഇത് ഹൈ ലീഫാണ്. അതെ 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 അതെ. ഈ കോളൻ ക്യാൻസറിനെ റെസിസ്റ്റ് ചെയ്യുന്ന, അത് കോളൻ ക്യാൻസർ വരാതിരിക്കാനുള്ള ഒരു നല്ല മാർഗം ലീവ്സ് ആണെന്ന് പറഞ്ഞു. അതെ, ആ വിധത്തിൽ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ആൾക്കാർ വരുന്നുണ്ടല്ലേ? ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ആളുകൾ തപ്പിയെടുത്ത് എക്സ്ട്രീംലി അഗ്രസീവായിട്ട് അവർ അതിലേക്ക് നോക്കുന്നുണ്ട്. ആളുകൾ അത്യാവശ്യം നല്ല രീതിയിൽ അവർ അതിലേക്ക് ശ്രദ്ധ കാണിച്ചു തുടങ്ങി. അത് ഇച്ചിരി ലേറ്റായി പോയോ ഇല്ലയോ ഐ എം നോട്ട് ഷുവർ. പക്ഷേ ആ രീതിയിൽ ആളുകൾ നോക്കി വളരെയേറെ അതിലേക്ക് റിസർച്ച് ചെയ്ത് നമ്മളിപ്പോൾ ഈ കേളിക്കയിലിനെ പറ്റി പറഞ്ഞു, അവർ വന്ന് കേളിക്കയിൽ നോക്കിയിട്ട് അതിൻ്റെ വേറെ വേരിയൻസും ബാക്കി അതിൻ്റെ വേറെ
വേറെ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം, അതിൻ്റെ വേറെ നാച്ചുറൽ ബെനിഫിറ്റ്സ് എന്താ, ബ്യൂട്ടി ബെനിഫിറ്റ്സിന് എന്തെങ്കിലും യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ ടൈപ്പ് ഫുഡ് ഡിഷസ് ഉണ്ടാക്കാം, എന്ത് രീതിയിലുണ്ടാക്കാം, ഹെൽത്തി ആണോ അല്ലേ, അങ്ങനെ എല്ലാം അവർ ഇങ്ങോട്ട് പറയുന്ന രീതിയിലാണ് ആളുകൾ വരുന്നത്. അപ്പോൾ അവരത്രയും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് തപ്പി അവരെടുത്ത് ഇങ്ങോട്ട് വരുന്നൊരു അവസ്ഥയിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് 35 ദിവസം കൊണ്ട് എന്ന് പറഞ്ഞു, എല്ലാത്തിൻ്റെയും ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ആ 30 ഡേയ്സിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വിധത്തിലാണോ? അത് ഡിഫറൻസ് ഉണ്ട്, ടൈപ്പ് ഓഫ് പ്ലാന്റ്സിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കെയിലാണെങ്കിൽ നമുക്കൊരു 35 ഡേയ്സിൽ ഒരു ഫസ്റ്റ് ഹാർവെസ്റ്റ് കഴിഞ്ഞാൽ വീണ്ടും മേ ബി ഒരു വട്ടം കൂടെ എടുക്കാം. ചിലപ്പോൾ ഒരു വട്ടം കൂടെ എടുക്കാനും പറ്റത്തില്ല, നമ്മൾ ഇമ്മീഡിയറ്റ്ലി തന്നെ റീപ്ലേസ് ചെയ്യണം. ക്യാബേജ് എന്തായാലും റീപ്ലേസ് ചെയ്യണം. ലെറ്റ്യൂസും ക്യാബേജ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒറ്റ പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബട്ട് ഇത് തന്നെ അമേരിക്കൻ കെയിൽ അല്ലെങ്കിൽ പാലക്ക്, സ്വിസ് ചാർഡ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഉണ്ട്. ഈ സ്വിസ് ചാർഡൊക്കെ ആണെങ്കിൽ അത് നമുക്ക് വീണ്ടും കട്ട് ചെയ്താൽ വീണ്ടും അത് റീഗ്രോ ചെയ്ത് വരും. ഓൾമോസ്റ്റ് ഒരു 2.5 വീക്സിൽ ഫസ്റ്റ് ഹാർവെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 2.5 വീക്സിൽ നമുക്ക് വീണ്ടും റീഗ്രോ ചെയ്തെടുക്കാം. അത് വി ക്യാൻ കണ്ടിന്യൂ ദാറ്റ് ഫോർ ഓൾമോസ്റ്റ് 2.5 മാസം 3 മാസം. അത് കഴിഞ്ഞാൽ വീണ്ടും വരും. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്ലാന്റിന്റെ ക്വാളിറ്റി, പ്ലാന്റിന്റെ ഉഷാറുണ്ടാവില്ല. പിന്നെ അത്ര ഔട്ട്പുട്ട് കാണില്ല. അതിൽ നിന്ന് കിട്ടുന്ന ഒരേ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഈൽഡിന്റെ വെയിറ്റ് കുറവായിരിക്കും സെയിം പ്ലാന്റിൽ നിന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ വരും. പിന്നെ എളുപ്പം ഡിസീസസ് ക്യാച്ച് ചെയ്യും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു 2.5 മാസത്തിൽ വീണ്ടും നമ്മൾ റീസെറ്റ് ചെയ്ത് ഒന്നേ ഇതാവും. പക്ഷേ പോക്ചോയ്, ചൈനീസ് ക്യാബേജും ലെറ്റ്യൂസൊക്കെ ആണെങ്കിൽ ഫാസ്റ്റിന് 35 ഡേയ്സ് മാറ്റുന്നു, അടുത്ത ഇടുന്നു, വളരുന്നു, 35 ഡേയ്സ് മാറ്റുന്നു, അങ്ങനെയാണ് പോകുന്നത്. ഇനി വെള്ളത്തിൽ കൂടെ കൊടുക്കുന്ന വളം അല്ലാണ്ട് വേറെ വളം വേണ്ട? അതിന് മരുന്നൊന്നും അടിക്കണ്ട. വേണമെങ്കിൽ ചിലവർക്ക് ഇപ്പോൾ നമ്മുടെ നീം ഓയിൽ പോലെ ഓർഗാനിക് ആയിട്ടുള്ള നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഒരു പെസ്റ്റിസൈഡായിട്ട് ആക്ട് ചെയ്യുന്ന ഓർഗാനിക് ആയിട്ട് നീം ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനത്തെ വേരിയൻസ് നാച്ചുറലായിട്ട് ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. സ്ഥിരം ഉപയോഗിക്കേണ്ടി വരാറില്ല ആണ്. എങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ ഈ കംപ്ലീറ്റ് സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നത് തന്നെ മാക്സിമം ആ അറ്റ്മോസ്ഫിയർ കൺട്രോൾ ചെയ്യാനും ഈ പെസ്റ്റ് കൺട്രോളിന് വേണ്ടിയൊക്കെയാണ്. എന്നാൽ പോലും ചിലത് അതിൻ്റെ ഇടയിൽ കൂടെ നൊഴിഞ്ഞ് കയറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ നീം ഓയിലും പറ്റുന്ന പോലെ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് കൊടുക്കും. തീരെ കൈ നിൽക്കാതെ മോശമായി പോവുകയാണെങ്കിൽ നമ്മളത് മാറ്റി വീണ്ടും റീസെറ്റ് ചെയ്ത് ഒന്നേന്ന് പുതിയ ഫ്രഷ് ആയിട്ടിട്ട് ഗ്രോ ചെയ്തെടുക്കും. അതാണ് അതിൻ്റെ ഒരു പതിവ്. പാലക്ക് അല്ലേ? അതെ, പാലക്കിന് ഇവിടെ അത്യാവശ്യം ഡിമാൻഡ് നല്ലോണം ആയി തുടങ്ങിയപ്പോൾ. അതെ, പാലക്ക് ആളുകൾ ആക്ച്വലി പണ്ടേ ഒരു ഡിമാൻഡുള്ള സംഗതിയാണ് പാലക്ക്. ഞങ്ങളിത് വെച്ച് തുടങ്ങുന്ന ടൈമിൽ മനസ്സിലാക്കിയ ഡിമാൻഡ് ഹൈഡ്രോപോണിക് പാലക്ക് എന്ന് പറഞ്ഞ് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഓരോ സൂപ്പർ മാർക്കറ്റ്സിലോട്ട് വരുത്തിയാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ പാലക്ക് കൊണ്ട് വെക്കുന്നു, ഇത് കഴിച്ചു നോക്കൂ എന്ന് പറയുന്നു, കഴിച്ചു നോക്കി. പിന്നെ അത് വളരെ ഓർഗാനിക്കായിട്ട് ആളുകൾ നമ്മുടെ പ്രോഡക്റ്റ് അങ്ങ് എടുത്തു തുടങ്ങി. പാലക്കിനാണ് അങ്ങനെ ഏറ്റവും ഓർഗാനിക് ആയിട്ടുള്ള ഒരു സെയിൽസ് സ്വിഫ്റ്റ് മൂവ്മെന്റ്. അതെ, ഇതിപ്പോൾ കട്ട് ചെയ്യാറായിട്ടില്ല. ഇത് കട്ട് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഒരു 3-4 ദിവസം കൂടെ ആകുമ്പോൾ നമുക്ക് അടുത്ത ഹാർവെസ്റ്റ് ചെയ്യാം. തിങ്കളാഴ്ചത്തേക്ക് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാന്നുള്ള അവസ്ഥയിലാണ്. അതായത് 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഹാർവെസ്റ്റ് ചെയ്യാന്നുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇപ്പം 33 ദിവസം ആയി ഇയാള്. ഇതിപ്പം ഇത് ആക്ച്വലി 35 അല്ല, ഇത് ഒരു ഹാർവെസ്റ്റ് 1-2 ഹാർവെസ്റ്റ് കഴിഞ്ഞതാണ്. തേർഡ് ഹാർവെസ്റ്റിന് നിർത്തിയേക്കാണ്. അതാണ് ഇതിന്റെ ഒരു ഉഷാറില്ലായ്മ. ഫസ്റ്റ് ജനറേഷൻ ആണെങ്കിൽ കുറച്ചും കൂടിയും ഗംഭീരമായിട്ട് വരും അല്ലേ? ആ ഒരു ഇതില് കാണുന്നില്ല. അതെ, എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് കാണുമ്പോ സംഗതി ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, പക്ഷെ അത്രയും ക്വാണ്ടിറ്റിയിൽ വരില്ല. മനസ്സിലായി? ആ ക്വാണ്ടിറ്റി വരത്തില്ല. ഇപ്പോൾ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് ഒരു ഹാർവെസ്റ്റിൽ സപ്പോസ് നമുക്കൊരു 50 grams അല്ലെങ്കിൽ 60 grams ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ അത് സെക്കൻഡ് ഹാർവെസ്റ്റ് ആകുമ്പോൾ അത് ചിലപ്പോൾ ഒരു 45 grams ആവും. തേർഡ് ഹാർവെസ്റ്റ് ആകുമ്പോൾ അതൊരു 30 grams ആവും. പക്ഷെ ആ 30 grams ക്വാളിറ്റി 30 grams നമ്മൾ എടുക്കും. ആ ഒരു രീതിയിലാണ് ചെയ്തു പോകുന്നത്. ക്വാളിറ്റി അഷ്വർഡ് ആണ്, പക്ഷെ ക്വാണ്ടിറ്റി കുറയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് അപ്പോൾ നമ്മൾ അത് വെറുതെ വെച്ചുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടി നല്ലത് മാറ്റി വീണ്ടും പുതിയത് ഇടുന്നത് തന്നെയാണ്. ഈ പണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ കുറെ ചീര ഉണ്ടായിരുന്നു. അതിപ്പോ കുറച്ചു കാലമായിട്ട് മാർക്കറ്റിൽ 2 തരേ കാണുന്നുള്ളൂ, റെഡും ഗ്രീനും. ചുവന്ന ചീരയും പച്ച ചീരയും മാത്രമേ. പക്ഷെ നിങ്ങൾ ഇത് ആത്യന്തികമായിട്ട് കുറെ ചീരവർഗ്ഗങ്ങൾ തന്നെയാണല്ലോ, പല തരത്തിലുള്ള പല നാടുകളിൽ നിന്നുള്ള. ഇതിനൊക്കെ ആവശ്യക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ചീര പരീക്ഷിക്കാറുണ്ടോ? ഇതിപ്പോ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ചീര അല്ല, പാലക്ക് എന്ന് പറയുന്ന ആ വേരിയന്റ് ആണ്. നാട്ടിൽ നിന്നുള്ള ചീരയ്ക്ക് ആ രീതിയിൽ നമ്മുടെ നോർമൽ ചന്തയിൽ ഒക്കെ ആക്ച്വലി അതിൻ്റെ ഇത് പോകാറുണ്ട്.
പിന്നെ നമുക്ക് ആ റേറ്റിന് നമുക്കിത് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ആ ഒരു എന്തെങ്കിലും ഒരു നമ്മൾ അഡീഷണൽ വാല്യൂ കൊടുക്കണമല്ലോ, എങ്കിലല്ലേ നമ്മളൊരു ഒന്നാമത് അത് അവൈലബിൾ ആണ്, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. കാരണം നമ്മൾ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമുക്ക് ഞങ്ങൾ ഇത്രയും ഇതെടുത്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അല്ലാതെ തന്നെ അതിൻ്റെ ഇത് നമ്മളെ ക്വാളിറ്റിയിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ മാർക്കറ്റ് എൻക്വയറി നടത്തിയതിന് ശേഷമാണ് ഡിമാൻഡിനനുസരിച്ചാണ് സപ്ലൈ. അല്ലെങ്കിൽ കാര്യമില്ല. കാരണം നമുക്ക് എന്തായാലും സാധാരണ കൃഷി രീതിയിൽ വളർത്തിയെടുത്ത് വിൽക്കുന്ന റേറ്റിന് വിറ്റാൽ ഇത് നമുക്ക് മുതലാവില്ല. അപ്പോൾ ഓബിയസ്ലി ആ കൂടുതൽ ഹയർ റേറ്റ് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ആഡഡ് വാല്യൂ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ അത്രയും അവൈലബിൾ അല്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആഡഡ് വാല്യൂ ഈ രീതിയിൽ കൊടുക്കുകയാണ്. ഏതാണ് മീൻസ് നിങ്ങൾ കർഷകർ എന്ന വിധത്തിൽ നിൽക്കുമ്പോൾ മാർക്കറ്റിലേക്ക് കൊടുക്കുമ്പോൾ ഏതിനാണ് റിട്ടേൺസ് കൊടുക്കും? എല്ലാ പ്രോഡക്റ്റും നമ്മൾ നോർമലി ആ പ്രോഡക്റ്റിൻ്റെ നോർമൽ സാധനത്തിൻ്റെ പ്രൈസിങ് കിട്ടും. ഇപ്പോൾ ലെറ്റ്യൂസ് ആണെങ്കിലും ഓർഗാനിക് അല്ലാത്ത ലെറ്റ്യൂസുമായിട്ട് ഉള്ള പ്രൈസുമായിട്ട് നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ പ്രൈസ്. കാരണം ഞങ്ങൾ അത്രയും ക്വാളിറ്റിയിൽ 24 മണിക്കൂറിനകം ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ചീപ്പ്, എക്സ്ട്രീംലി ചീപ്പ് റേറ്റിന് കിട്ടുന്ന രീതിയിലുള്ള ലെറ്റ്യൂസും ഉണ്ട്, ഞങ്ങളുടെ ലെറ്റ്യൂസും ഉണ്ട്. ഓബ്വിയസ്ലി വിഷ്വലി കാണുമ്പോൾ തന്നെ ആ പ്രോഡക്റ്റ്സ് തമ്മിലുള്ള വ്യത്യാസം അറിയാം, അവർക്ക് മനസ്സിലാവും ഇതിന് എന്തുകൊണ്ട് ഇത്രയും കൂടുതൽ പ്രൈസ് വരുന്നു, ഇതെന്തിനിങ്ങനെ പാക്കിങ്. ആ പാക്കിങ് അല്ലാതെ തന്നെ പ്രോഡക്റ്റ് ഇരിക്കുന്ന ക്വാളിറ്റിയിൽ വിഷ്വലി തന്നെ നമുക്ക് ആ ഡിഫറൻസ് അറിയാൻ സാധിക്കും. അപ്പോൾ അവിടെ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വിഷയമില്ല, ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അവർക്കത് മനസ്സിലാവുന്നുണ്ട്. ദേ ആർ കൺവിൻസ്ഡ് വൈ ദിസ് ഈസ് കോസ്റ്റിംഗ് ദിസ് മച്ച് മോർ എന്നുള്ള രീതിയിൽ. കൂടാതെ നിങ്ങൾ മൈക്രോഗ്രീൻസ് ചെയ്തിട്ടുണ്ട്. അതെ, എന്തൊക്കെയാണ് മൈക്രോഗ്രീൻസ് ചെയ്ത്? മൈക്രോഗ്രീൻസ് പിന്നെ വളരെ പെട്ടെന്ന് ഇതുകൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ വളർത്തി എടുക്കുക മൈക്രോഗ്രീൻസ്. പക്ഷെ അതിലൊരു ചെറിയ ക്യാച്ച് ഉണ്ട്. ക്യാച്ച് എന്ന് വെച്ചാൽ മൈക്രോഗ്രീൻസിൻ്റെ സിസ്റ്റം വളരെ അൺസ്റ്റേബിൾ ആണ്. നമ്മൾ ഒരു സ്ഥലത്ത് ഗ്രോ ചെയ്തെന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ വേറൊരു ബിൽഡിങ്ങിനകത്ത് കൊണ്ടുവച്ച് ഗ്രോ ചെയ്യാൻ നോക്കി അത് വളരണമെന്നില്ല. ഹ്യൂമിഡിറ്റി ഫാക്ടർ ഏറെ ബാധിക്കുന്നതാണ്. ആ ബിൽഡിങ്ങിനകത്ത് തന്നെ ഹ്യൂമിഡിറ്റിയിൽ ഡിഫറൻസ് വരുന്നതിനനുസരിച്ച് തന്നെ നമ്മളതിനെ ഗ്രോ ചെയ്യുന്ന മെത്തഡോളജിയിൽ ചെറിയ ഡിഫറൻസസ് ഒക്കെ വരുത്തണം. ഈസി ആയിട്ട് ഫംഗസ് ക്യാച്ച് ചെയ്യും. അതാണ് മൈക്രോഗ്രീൻസിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട് വരുന്നത്. പക്ഷേ എക്സ്ട്രീംലി ന്യൂട്രീഷ്യസ്, എക്സ്ട്രീം ഹൈ ക്വാളിറ്റി ഒരു പ്രോഡക്റ്റാണ് മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത്. ശരിക്കും മുള പൊട്ടി വരുമ്പോൾ കയ്യോടെ. അതെ. ഇപ്പോൾ കറൻലി നമുക്ക് വീറ്റ് ഗ്രാസ് ഉണ്ട്, സാങ്കോ പേർപ്പിൾ റാഡിഷ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ഉണ്ട്, പോക്ചോയുടെ മൈക്രോഗ്രീൻ ഉണ്ട്, കോൾറാബി പേർപ്പിൾ ഉണ്ട്, അങ്ങനെ സൺഫ്ലവറിൻ്റെ മൈക്രോഗ്രീൻ ഉണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 12-13 വെറൈറ്റീസ് ഓഫ് മൈക്രോഗ്രീൻ ഉണ്ട്. അല്ലാതെ നമുക്ക് സ്പ്രൗട്ട്സ് ഉണ്ട്, ബീൻസിൻ്റെ സ്പ്രൗട്ട്സ് ഉണ്ട്, കൗപ്പീസിൻ്റെ ഒക്കെ സ്പ്രൗട്ട്സ്, മിക്സഡ് സ്പ്രൗട്ട്സ് കൊടുക്കുന്നുണ്ട്. മൈക്രോഗ്രീൻസ് തന്നെ മിക്സഡ് മൈക്രോഗ്രീൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ചെറിയ ഇലക്കറികൾ, അതെ, ചെറുതെന്ന് പറയാൻ പറ്റില്ല, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ ചെറിയ ഇലക്കറികൾ എന്നുള്ളത് തരുന്നത് വലിയ സംഭാവനയാണ് അല്ലേ? എഞ്ചിനീയർമാരായിട്ടിരിക്കുന്ന ആൾക്കാർ കാർഷിക എഞ്ചിനീയർമാരായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.